ഹലോ ഇന്ന് ഞാൻ എന്താ നമ്മുടെ മഹീന്ദ്രയിലാണ് വന്നിരിക്കുന്നത്. മഹീന്ദ്രന്റെ യൂസ്ഡ് കാർ ഡിവിഷനായ കാർ ആൻഡ് ബൈക്കിലാണുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് വെഹിക്കിൾസ് യൂസ്ഡ് കാർസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓട്ടോമൊബൈൽ സെഗ്മെന്റ് ആണ്. നിങ്ങൾ നമ്മളതിൽ മൊബൈലിന്റെ സെഗ്മെന്റ് കണ്ടിട്ടുണ്ടാവും, വീടുകളുടെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റ് കണ്ടിട്ടുണ്ടാവും, ഓട്ടോമൊബൈലിന്റെ സെഗ്മെന്റ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു മിക്സഡ് സെഗ്മെന്റിലാണ് ഞങ്ങൾ വീഡിയോകൾ ചെയ്യുന്നത്. എന്തായാലും ഒരു സാധാരണക്കാരുടെ മെയിൻ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ വീട്, വെഹിക്കിൾസ്, അതുപോലെ ഫോണ്. അപ്പോൾ അതിലെല്ലാം നമ്മളും കൂടെ ഉണ്ടാവും. ഇത് അത്രയും നല്ല ഒരു ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഇത് നിങ്ങളടുത്ത് എത്തിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കാറുകളെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി നമ്മുടെ മഹീന്ദ്രയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ജിതേഷ് നമ്മളോട് ഉണ്ട് അല്ലേ. മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് അതാണ് ഇവരുടെ യൂസ്ഡ് കാർ ഡിവിഷന്റെ പേര് കേട്ടോ. അപ്പോൾ ജിതേഷ് നമുക്ക് ഇന്ന് കുറച്ച് കാറുകളെല്ലാം പരിചയപ്പെടുത്തി തരും. ജിതേഷ്, നമുക്ക് ഒരു അത്യാവശ്യം ഒരു സാധാരണക്കാരെ ഒരു സ്വപ്നമായുള്ള ഒരു അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ആ ഒരു വണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നെങ്കിൽ. നമുക്ക് 2017 വണ്ടി വരുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഓ അടിപൊളി. ഒന്ന് ബേസ് മോഡലാണ്, ഒന്ന് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 164 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ 2017 തന്നെ 69,000 ഓടിയ എന്ത് വിലക്ക് കൊടുക്കും 2017? രണ്ടും നമുക്ക് 475 ആസ്കിംഗ് 4.5 ഒന്ന് ഫുൾ ഓപ്ഷൻ ആണ്, ഒന്ന് 1,60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്, ഒന്ന് സെക്കൻഡ് ഓണർ ആണ്. 69,000 കിലോമീറ്റർ ഡീസൽ ആണ് കേട്ടോ. ഹോണ്ടയുടെ ജാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സത്യം പറഞ്ഞത് അല്ലേ. അത്യാവശ്യം അതിന്റെ ഉൾവശമൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ ഒക്കെ ഉള്ള ഒരു വണ്ടി. അപ്പൊ ഇതിന്റെ ഉൾവശം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ. സീറ്റ് കവർ ഒക്കെ അഡീഷണൽ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയിലുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളുണ്ട്. ഡോക്ടർ യൂസ്ഡ് ആണ് കേട്ടോ. ഡോക്ടർ യൂസ്ഡ് വണ്ടികൾക്ക് യൂസ്ഡ് കാർ മാർക്കറ്റിൽ അല്ല ഒരു ഡിമാൻഡ് ആണല്ലോ അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. ഇപ്പൊ വണ്ടികൾ വാറന്റിയോട് കൂടിയല്ലേ മഹീന്ദ്ര കൊടുക്കുന്നത്? നമുക്ക് 2018 ശേഷം 2 വർഷം വാറന്റി, 1 വർഷം RSI വരുന്നുണ്ട്. 2016 to 18 വരെ 1 ഇയർ വാറന്റി, 1 വർഷം RSI. ഓക്കെ. അതൊക്കെ സെലക്ടഡ് മോഡൽസ് അല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. വാറന്റിയോട് കൂടിയതാ. ഇതൊക്കെ ഉണ്ടല്ലേ 2 കൊല്ലം വാറന്റി, കംസ് വിത്ത് 2 ഇയർ വാറന്റി. അതേപോലെ ഹോണ്ട സിറ്റി ഇതാ കംസ് വിത്ത് 2 ഇയർ വാറന്റി. അങ്ങനത്തെ ഇതിന്റെ മുകളിൽ സ്വിഫ്റ്റ് 2 ഇയർ വാറന്റി. അങ്ങനെ ഇവർ തന്നെ ഇവിടെ സർട്ടിഫൈഡ് ചെയ്ത, അതും തട്ടുമുട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന 100% ടെസ്റ്റോട് കൂടി എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മഹീന്ദ്രയുടെ കാർ ആൻഡ് ബൈക്ക് ഷോറൂമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും വണ്ടികളുണ്ട്, നമുക്ക് വണ്ടികളെല്ലാം പരിചയപ്പെടാം. ഇനി നമുക്ക് ഏതാണ് ബ്രസ് ഉണ്ടോ? ഇത് 2021 അർബൻ ക്രൂയിസർ പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. 2021. അപ്പൊ 21 എന്ന് പറയുമ്പോൾ പെട്രോൾ ആയിരിക്കും. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഏതാണ്, എത്ര ഓടിക്കുന്നത്? ഇത് 38,000 ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. 38,000 ഓടിയിട്ടുള്ളൂ. അപ്പൊ എത്രക്ക് കൊടുക്കും നിങ്ങൾ? നമ്മൾക്ക് 840 ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ 40 ചോദിക്കുന്നത്. ഫുൾ ഓപ്ഷൻ ആണല്ലേ. ഫുൾ ഓപ്ഷൻ വണ്ടി ബ്രസ്സാ 840 ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. പോരെ. അപ്പൊ നിങ്ങൾ നേരിട്ട് കൊണ്ട് പോരിട്ടോ. ബ്രസ് നോക്കുന്ന ഒരു അർബൻ ക്രൂയിസർ കേട്ടോ. 2020 ശേഷം മാറിയിരിക്കുന്നത്. 21 പെട്രോളൊക്കെ അർബൻ ക്രൂയിസർ. അർബൻ ക്രൂയിസർ ടയോട്ടന്റെ എംബ്ലത്തിലാണ് വരുന്നത്, മാരുതി അല്ല. അപ്പൊ ടയോട്ടന്റെ എംബ്ലം വരുമ്പോൾ തന്നെ വാല്യൂ കൂടിയെന്ന് മനസ്സിലായില്ലേ. ഓക്കെ. അടുത്തത് സെയിം തന്നെ 2021 ZXi പ്ലസ് ബ്രസ്സ. സെയിം ഫുൾ ഓപ്ഷൻ ZXi പ്ലസ്. ഓ അടിപൊളി. അപ്പൊ 221 ഈ എംബ്ലടുത്ത് അങ്ങോട്ട് വെച്ചാൽ ആ എംബ്ലടുത്ത് ഇങ്ങോട്ട് വെക്കാം. 221 ആണ്. ഇത് എത്ര ഓടിക്കുന്നത്? അത് 46,000 കിലോമീറ്റർ. അപ്പൊ ഇതിന് എത്ര ചോദിക്കുന്നത്? 825. അതിനെത്ര ചോദിക്കുന്നത്? 840. 15,000 രൂപ കൂട്ടി എംബ്ലത്തിന് അല്ലേ. ഒരു ആനക്കുട്ടിനെ അവിടെ എടുത്താലും നമുക്ക് നമ്മുടെ ചാനലിലേക്ക്. അടിപൊളിയല്ലേ, ചെറിയ പൈസ വരുള്ളൂ. ഇതേതാ മോഡല്? 2018. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ. ഇതൊക്കെ ആ സമയത്ത് ഒരു പുല്ലികളെ എഴുതുന്നത് അല്ലേ. ഇഷ്ടം പോലെ എനിക്കറിയാം ടയോട്ടയിലെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന ഒരു വണ്ടിയായിരുന്നു ഇന്നോവയായിട്ട്. അപ്പൊ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എത്ര വില ചോദിക്കുന്നത്? ഇത് 11,000 ചോദിക്കുന്നത് അല്ലേ. അപ്പൊ നെഗോഷ്യബിൾ ആണ്. നമ്മളെ ചാനലിൽ നമ്മളെ വ്യൂവേഴ്സിന് മാക്സിമം വില കുറച്ച് പേര് തരും. 11,000 ചോദിക്കുന്നത്. 2018 ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഉണ്ട്. SUV 500. വാ. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. വാ. അപ്പൊ ജിതേഷേ, നമ്മളിത് മാരുതിയിൽ ഒരു 6 സീറ്റർ വേണമെന്നുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. വാവ്, അത് അടിപൊളി. ഇതേതാ മോഡൽ? ഇത് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. XL6 ആൽഫ. എന്താ വില വരുന്നത്? ഇത് 975 ചോദിക്കുന്നത്. എത്ര ഓടിക്കുന്നത്? 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 14 ലക്ഷത്തോളം വിലയുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വാറന്റി ഇല്ലല്ലോ? വാറന്റി ഇല്ല. നമുക്ക് നോക്കിയിട്ട് പ്രൈസ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ. അപ്പൊ മഹീന്ദ്രന്റെ കാർ ആൻഡ് ബൈക്കിൽ വന്നുള്ള ഗുണം എന്ന് വെച്ചാൽ തട്ടുമുട്ട് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട. അതെല്ലാം അവർ പറഞ്ഞു തരും എന്തൊക്കെയാ സംഭവിച്ച്. ഇനി ഫ്ലഡ് എഫക്ട് വണ്ടി കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഇവർ എടുക്കുന്നില്ല. അപ്പൊ ഫുള്ള് എത്ര ഇൻസ്പെക്ഷൻ
ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുക്കുന്നത്? നമുക്ക് 133 ചെക്ക് പോയിന്റ് ഉണ്ട്. 133 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ വണ്ടികൾ ഇവിടെ എത്തുന്നത് അല്ലേ? അപ്പൊ അതും ഇവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത വണ്ടികളാണ്, മഹീന്ദ്രയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത വണ്ടികളാണ്. ധൈര്യമായിട്ട് യൂസ്ഡ് കാർ കൊണ്ടുപോകാം. ഇനി നമുക്ക് അടുത്തത് വരുന്നത് അറിയാം, നമ്മുടെ ജനപ്രിയ മോഡലായ മാരുതിന്റെ സ്വിഫ്റ്റ് ആണ് കേട്ടോ. സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2022 VXi. 2022 VXi ആണ്. എത്ര കിലോമീറ്റർ ഓടി? 29,000 ഓടി, സിംഗിൾ ഓണർ. 29,000 ഓടിയിട്ടുള്ളൂ. മാനുവൽ വാറന്റി ഉണ്ട്, 2 വർഷം വാറന്റി, 1 വർഷം വാറന്റി ഉള്ള വണ്ടി കേട്ടോ. അപ്പൊ ഇതിന് വില വയ്ക്കുന്നത് എത്രയാ? 6,900 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അപ്പൊ അടിപൊളി വണ്ടി. സിംഗിൾ ഓണർ വൈറ്റ് കളർ VXi. ഇനി നമ്മുടെ റോഡുകളുടെ രാജാവ് ഏത്? സെഡാൻ വെഹിക്കിളിലെ രാജാവ്. ഇനിയിപ്പോൾ അതിന് കുറ്റം പറയരുത്, ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ സെഡാൻ വെഹിക്കിളിലെ രാജാവ് എന്ന് പറയുന്നത് വെച്ചാൽ ഹോണ്ട, വിശ്വസ്തമായ നമ്മുടെ ബ്രാൻഡ് ഹോണ്ടയിലെ സിറ്റി ആണ് വന്നിരിക്കുന്നത്. പെട്രോൾ ആണ് അല്ലേ? ഹോണ്ട പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 2016 വണ്ടി, 71,000 കിലോമീറ്റർ. 71,000 കിലോമീറ്റർ ഓടിയ 2016 വണ്ടി. എന്താ വില ചോദിക്കുന്നത്? ഇത് 6,40 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ. 6,40 ചോദിക്കുന്ന ഓട്ടോമാറ്റിക് ആണ്. ഇത് CVT അല്ല, ഓട്ടോമാറ്റിക് CVT ആണ്. നല്ല കംഫർട്ട് ആയിരിക്കും വണ്ടി. CVT വരുമ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയും. എന്താ വെച്ചാൽ നമ്മളൊരു ആക്റ്റീവ സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ വരുന്നില്ല ആ ഒരു ഫീലാണ്. എന്താ വെച്ചാൽ ഗിയറിന്റെ ഒരു പിടുത്തോ കാര്യങ്ങളോ ഒന്നും നമ്മളെ IMT പോലുള്ള ആ പിടുത്തോ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഓടിക്കാം. അപ്പോൾ വില ചോദിക്കുന്നത് 6,40 നെഗോഷ്യബിൾ ആണ്. ഇതും വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവര്. അപ്പോൾ സൺറൂഫ് വരുന്ന വണ്ടിയാണ്, ടോപ്പ് എൻഡ് ആണ് കേട്ടോ. സോ അടുത്തതായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹോണ്ട ജാസ് ആണ്. ഹോണ്ട ജാസ് 2 ഡീസൽ ഞാൻ കാണിച്ചു, ഇനി പെട്രോൾ ആണ് കാണിക്കുന്നത്. പെട്രോൾ മോഡൽ വർക്ക് 2019 VX ഓക്കെ. എത്ര ഓടിക്കുന്നത്? ഇത് നിലവിൽ 72,000 കിലോമീറ്റർ ആണ് ഓടിയത്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ, പെട്രോൾ ഓട്ടോമാറ്റിക്. എന്ത് വിലക്ക് കൊടുക്കും? ഇത് നമുക്ക് ഫൈനൽ ഒരു 6,80 ചെയ്യാം. 6,80 ചെയ്യാം കേട്ടോ. 2019 എത്ര ലോൺ കയറും? ലോൺ നമുക്ക് കസ്റ്റമർ സിബിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാം. 50,000 വണ്ടി ഇറക്കാൻ പറ്റുമോ? സിബിലൊക്കെ ഓക്കെ ആണ്. സിബിലൊക്കെ ഉള്ളവർക്ക് 50,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ എല്ലാ വണ്ടികളും മാക്സിമം ലോൺ വരെ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? മാക്സിമം പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല നല്ല വാറന്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് വണ്ടി കിട്ടും. ഇനി നമുക്ക് ഏതാ വണ്ടി കാണിക്കാനുള്ളത്? യൂട്ടിലിറ്റി വിഭാഗത്തിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റുപോയ ഒരു വണ്ടിയാണ് നമ്മുടെ മഹീന്ദ്ര ബൊലേറോ. ഇപ്പോഴും ഡിമാൻഡഡ് ആണ് വണ്ടി. ഇത് രണ്ടും ഏത് എഞ്ചിനിലാണ് വരുന്നത്? എഞ്ചിൻ 2.2 ആണോ? ഇത് 2.2 ആണ്, ഇത് 1.5 ആണ്. അപ്പൊ 2.2 1.5 ഉണ്ട്. രണ്ടും 2017 ആണ്. എന്താ വില പറഞ്ഞോ? ഇത് നമുക്ക് 5,65, അത് 6,75 ചോദിക്കുന്നത്. അപ്പൊ ഇതെന്താ, ഇത് ഓട്ടം കുറവാണോ? ഓട്ടം കുറവാണ്. 1,21 ഓടിയിട്ടുള്ളത് 2.5 ലക്ഷം. 2.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നത് അല്ലേ? 2.2 2.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയിലെ ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടിയാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇത് രണ്ടും അത്യാവശ്യം ഓഡിയന്റെ ഒരു ഇത് കാണാനുണ്ട് ഇതിന്റെ മുകളിൽ. ഞാൻ ഭയങ്കര ക്വാളിറ്റി ഒന്നും പറയില്ല, പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് റീഫർബിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാവും. വില ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. അത് മാത്രമല്ല അത് മാക്സിമം നെഗോഷിയേറ്റ്, മാക്സിമം വില കുറച്ച് ഇവർ ചെയ്തു തരും ചെയ്യും. ഇനിയും ഒരുപാട് വണ്ടികൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ ഒരുപാട് വണ്ടികൾ വർക്കിന് കൊടുത്തതും വരാനുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ അതും സർട്ടിഫൈഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫുള്ള് നല്ലൊരു പീസ് ഓഫ് മൈൻഡോടുകൂടി വാങ്ങാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടിയാണ് നമ്മൾ ഇവിടെ മഹീന്ദ്രൻ്റെ കാർ ആൻഡ് ബൈക്കിൽ വന്നാൽ. സോ നമ്മുടെ ഈ ഡീലർഷിപ്പിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ മഹീന്ദ്ര ഇറാം മോട്ടോഴ്സ് ഉണ്ടല്ലോ, ഇത് എവിടെയാ? ഫറോക്ക് ചുങ്കത്തിൽ നമ്മുടെ ഇറാം മോട്ടോഴ്സിന്റെ തന്നെയാണ് ഈ മഹീന്ദ്രന്റെ ഈ കാർ ആൻഡ് ബൈക്ക് ഷോറൂം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫറോക്ക് ചുങ്കത്തിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വണ്ടികളെല്ലാം കണ്ട് നമ്മുടെ ജിതേഷ് ഇവിടെ ഉണ്ടാവും. ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം വീഡിയോക്ക് താഴെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷാക്കിർ സൈനിങ് ഓഫ്.